രാജ്യത്ത് രൂക്ഷമായ രീതിയിലുള്ള തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അഴിമതി ഇതൊക്കെയുണ്ട്. ഇതിനെയൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ വിപ്ലവമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. അതും യുവജനങ്ങളുടെ. ഈ പള്ളിക്കടിയിൽ ശിവലിംഗം മാത്രം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ എന്താണ് അമ്പലവും ക്ഷേത്രത്തിനെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ അറിയുന്ന, ഭക്തിയെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ അറിയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പം ചൊറിച്ചലുണ്ടാകും. അവർ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. ഞാൻ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ചാണകവും ഗോമൂത്രവും അതുപോലെ തന്നെ അമ്പലവും പള്ളിയും അത് തമ്മിലുള്ള തർക്കങ്ങളും ദേവാസുര യുദ്ധങ്ങളും ഒക്കെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെയുള്ള ജനത്തിനെ മുഴുവൻ ഇത് വെച്ച് കയ്യിലെടുക്കാം നമ്മൾ വിചാരിക്കരുത്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യം ഇപ്പോൾ എന്താണെന്ന് കൂടി ഞങ്ങൾ മനസ്സിലാക്കണം. ഒരു 30, 35, 40 കോടിയോളം വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു യങ് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ യങ് പോപ്പുലേഷൻ സ്വപ്നങ്ങളൊക്കെ ഇത് പറഞ്ഞ് പിടിച്ചിരുത്താൻ പറ്റുമെന്നുള്ളത് ഗൗതത്തിന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ രാവിലെ കുറച്ച് ഗോമൂത്രം കുടിച്ചോളൂ, ഗോമൂത്രം കുടിക്കൂ, കുറച്ച് ചാണകം എടുത്ത് എന്ത് ചെയ്യൂ, ദേഹത്ത് പുരട്ടൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യൂ, നമുക്ക് പുഷ്പവിമാനം കണ്ടുപിടിച്ചത് നമ്മളാണ്, ഈ വിമാനം കണ്ടുപിടിച്ചത് നമ്മളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര കാലം നിൽക്കാൻ പറ്റുമെന്നാണ് ഗൗതം വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഉദാഹരണത്തിന് ചൈനയിൽ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു പ്രക്ഷോഭം ഉണ്ടാകാത്ത തോന്നിയാൽ അവിടെ ജീവിതത്തിന് വലിയ കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം അവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്, എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, വരുമാനമുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് വലിയ കുഴപ്പമില്ലാതെ പോടാ. അതും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ഗൗതം അറിയേണ്ടത് ബംഗാൾ, ഹരിയാന, അതുപോലെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നതിനേക്കാൾ വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയുണ്ട്. ആ തൊഴിലില്ലായ്മ കൂടാതെ ഗൗതം അറിയേണ്ടത് 20,000 രൂപക്ക്, 15,000 രൂപക്ക്, 10,000 രൂപക്കൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ നോയിഡയിൽ കഴിഞ്ഞ തവണ ഒരു സമരം നടന്നു. നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല, നമ്മുടെ ആശാ സമരം മാത്രം റിപ്പോർട്ട് ചെയ്തുള്ളൂ. ഈ നോയിഡയിൽ ഇപ്പൊ സമരം നടന്ന എന്തിനു വേണ്ടിയായിരുന്നു ഗൗതം അറിയോ? ഹിന്ദുവിൽ ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. 11,000 രൂപയാണ് അവിടെ ആളുകൾക്ക് ശമ്പളം കിട്ടുന്നത്. ആ 11,000 രൂപ എത്ര ആക്കി കിട്ടാനാണ്? 20,000, 21,000 ആക്കി കിട്ടാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 2026 ആളുകൾ സമരം ചെയ്യുന്നത് 11,000 രൂപ. അവന്റെ ആയുഷ്കാലത്തിൽ എത്ര? 10, 45, 50 വയസ്സുള്ളവൻ 11,000 രൂപ 25,000 രൂപ ആക്കി കിട്ടാൻ വേണ്ടി സമരം ചെയ്യാണ്. ഇതിലിപ്പം 2014 നരേന്ദ്രമോദിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ നിർണായകമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച പ്രശാന്ത് കിഷോർ ഇപ്പം ഇതിലൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത്, നിലവിൽ ഇതൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മാത്രമാണ്. ഇതിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ച കാണിക്കുന്നത് നിലവിലെ ഭരണ സംവിധാനത്തിലുള്ള പൊതുജനങ്ങളുടെ അവിശ്വാസമാണ്. ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏകദേശം 2.5 കോടിയോളം ആളുകളെ ഈ കൂട്ടായ്മ രൂപപ്പെടുത്തി എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇതിൽ ഗൗതം കാണേണ്ടത് ഈ 2.5 കോടി ആളുകളുടെ മാത്രമല്ല, ഇതിന്റെ പേസാണ് നമ്മൾ കാണേണ്ടത്. ഇതിന്റെ പേസ് എന്താ? 7 ദിവസം കൊണ്ടാണ് ഈ 2.5 കോടി. അതായത് നിങ്ങൾ കഴിഞ്ഞ 10-20 കൊല്ലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് 87 ലക്ഷം വരുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെയാണ്. ആർക്ക്? BJPക്ക്. 1,34,00,000 വരുന്ന ആളുകളെയാണ് കോൺഗ്രസിന് വളർത്തിയെടുക്കാൻ കഴിഞ്ഞതെങ്കിൽ കേവലം 7 ദിവസങ്ങൾ കൊണ്ടിട്ട് നമ്മൾ എന്ത് കാരണം പറഞ്ഞോട്ടെ, അവര് വേറെ ആദ്യം ഒരു ഹൈപ്പ് അവരുണ്ടാക്കിയിരുന്നു, പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇതിനെല്ലാറ്റിനും ഉപരി ഇത്തരത്തിലുള്ളൊരു ഹൈപ്പ് ഉണ്ടായിരിക്കുകയാണ്. ഇനി വേറൊരു കാര്യം കൂടി ഗൗതം ശ്രദ്ധിച്ചു നോക്കുക. ഇതിൻ്റെയൊക്കെ സിംറ്റം നമ്മൾ ഇത് മാത്രം മനസ്സിലായിക്കൊണ്ടല്ല. ഗൗതം ഓർക്കുന്നുണ്ടാവും. അതായത് 2010 കഴിഞ്ഞതിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഈ ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിൽ അന്ന് അനിതാ പ്രതാപ് എന്ന് പറയുന്ന ആൾ എറണാകുളത്ത് വന്ന് മത്സരിക്കുമ്പോഴും ജോയ് തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോഴും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അനിതാ പ്രതാപിന് 50,000 വോട്ട് കിട്ടി. ഏത്? മലയാളം കൃത്യമായി പറയാൻ അറിയാത്ത വേലുപ്പിള്ള പ്രഭാകരനൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിൽ മാത്രം ഫ്ലുവൻ്റായി സംസാരിക്കുന്ന അനിതാ പ്രതാപ് വലിയ പ്രചരണം നടത്താതെയോ സംഘടനയില്ലാതെ വോട്ട് കിട്ടി. ഇനി ജോയ്ക്ക് അവിടെ 20,000 വോട്ട് കിട്ടി. ഇതേപോലെ തന്നെ മറ്റൊരു പ്രതിഭാസം കേരളത്തിലുണ്ട്. നമ്മൾ അറിയേണ്ടത്, ഇപ്പൊ കേരളത്തിൽ 2020 വന്നു, ആളുകൾ വലിയ രീതിയിൽ കൈനീട്ടി സ്വീകരിച്ചു. 13.4% വോട്ടാണ് BJPയെയും കടത്തി വെട്ടിക്കൊണ്ട് 8 സ്ഥലങ്ങളിൽ നേടിയത്. ഞാൻ പറഞ്ഞത്, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വരാനുള്ള, അതായത് നിലവിലുള്ള പാർട്ടികളൊന്നും വിശ്വസിക്കാത്ത പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വരട്ടെ, അഴിമതിയില്ലാത്തൊരു കാര്യം വരട്ടെ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ആളുകളുടെ മുമ്പിൽ ഇപ്പോൾ മുതലല്ല, അണ്ണാ ഹസാരയുടെ സമരം മുതലുണ്ട്. അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു പണിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത് ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇതൊരു ഗ്രൗണ്ടിലേക്ക് കൂടി എത്തിയാൽ
ഇപ്പോഴും ഗൗതം ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരുടെ നമ്പർ ഇന്ത്യയുടെ ജനസംഖ്യയുടെ അത്രയുള്ള ആളുകളൊന്നും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഒരു 10-15-20% ആളുകൾ, മാക്സിമം 30% ആളുകളെ ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യുന്നുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. ആ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരിൽ നിന്ന് മാത്രമാണ് എന്തുള്ളത്, ഇതുള്ളത് 2.5 കോടിയോളം ഉള്ളത്. മറ്റു സ്ഥലത്തേക്ക് പടർന്നാൽ ഞാൻ പറയുന്നത് ഇതിനേക്കാൾ ശോകമായിട്ടുള്ള, ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയാണ് എന്തുള്ളത് മറ്റേ ബാക്കിയുള്ള ഗ്രാമങ്ങളിലുള്ളത്. അതായത് കർഷകർക്ക് അവരുടെ ആദായങ്ങൾക്ക്, അതുപോലെ അവരുടെ വിളകൾക്ക് ഒന്നിനും തന്നെ വില കിട്ടുന്നില്ല. തക്കാളികൾ ആളുകൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ പോലെ വില കിട്ടാതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്ഷീര കർഷകർ വലിയ ബുദ്ധിമുട്ടിലാണ്. കർഷക സമരം നടന്നിട്ട് പോലും, അവർ മരണപ്പെട്ടിട്ട് പോലും അവർ എന്തുകൊണ്ടാണ് സമരത്തിൽ ഉറച്ചു നിന്നതെന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലും ഇനി ഒരു കാര്യം കൂടി ഗൗതത്തിലൂടെ, കർഷക സമരം നടത്തിയത് പോലും യഥാർത്ഥത്തിൽ ആരാന്നറിയോ? 10 ഏക്കറും 25 ഏക്കറും 30 ഏക്കറും 100 ഏക്കറും ഒക്കെ ഉള്ളവരാണ് സമരം നടത്തിയത്. അവരുടെയൊക്കെ പാടത്ത് പണിയെടുക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതിനേക്കാൾ പ്രശ്നമാണ്. ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ ആദ്യം തന്നെ സന്ദർശിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് വലിയ ലെറ്റേഴ്സിൽ, വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ്. അതോട് അതിൽ പിന്നെ അതിൻ്റെ താഴത്ത് എഴുതിയിരിക്കുന്നത് എ പൊളിറ്റിക്കൽ പാർട്ടി ഫോർ ദ പീപ്പിൾ, ദ സിസ്റ്റം ഫോർഗെറ്റ് ടു കൗണ്ട് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ പൊളിറ്റിക്സിനെ പറ്റിയിട്ടൊക്കെ മടുപ്പുള്ള കുറേ യുവജനങ്ങളെ, ഞാൻ വോട്ടൊന്നും കുത്താൻ പോകാറില്ല, പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് വളരെ മടുപ്പാണ്, അവർ പോലും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അംഗത്വം, അതായത് ഫോളോവേഴ്സായി മാറിയിരിക്കുകയാണ്. ഇത് ഇപ്പം സത്യം പറഞ്ഞാൽ ഗോതം അറിയേണ്ടത്, ഇപ്പം എൻ്റെ മകൻ പോലും വന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു, വെച്ചാൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി, കാരണം അവനൊന്നും ഇത് വലുതായി ഇപ്പം ന്യൂസ് ഞാൻ കേൾക്കുന്നതുകൊണ്ട് കേൾക്കുന്ന ഒരാളാണ്, പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധിക്കുന്ന ഒരാളല്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, ഇപ്പം മാത്യു സാമുവലിൻ്റെ മകൾ വന്നിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയോ താല്പര്യം എന്നുള്ള ആളുകളല്ല, അദ്ദേഹത്തിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധി ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, കാരണം ഇവിടുത്തെ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ ഗൗതം, ഈ നാട്ടിൽ അവർക്കൊരു പ്രതീക്ഷയുമില്ല. നിങ്ങൾ ഒരു ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു നാളെയെക്കുറിച്ച് നമുക്കൊരു പ്രതീക്ഷ വേണം, കുറെ കൂടി സുന്ദരമായ ജീവിതം ഉണ്ടാകുന്ന പ്രതീക്ഷ വേണം. ഇവിടെ 10,000 രൂപക്കും 11,000 രൂപക്കും 15,000 രൂപക്കൊക്കെ ജോലി എടുക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണ് ഈ 15,000 രൂപ ജോലി എടുക്കണം. ഇനി കുറെ കൂടി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കൂടി വന്ന് 25,000 രൂപ ജോലി എടുക്കണം. നാളെ ഈ ജോലി പോയാൽ എന്ത്, വേറെ ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യമാണ്. ഗൗതം പറയേണ്ടത്, ഇപ്പം നേഴ്സിംഗ് പഠിച്ചു, ഒന്ന് ആലോചിച്ച് നോക്കും, 4 കൊല്ലത്തെ +2 കഴിഞ്ഞ് നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജോലി കിട്ടിയാൽ അവന് 10,000 രൂപ പോലും കിട്ടില്ല, 12,000 രൂപ പോലും ഡൽഹിയിലും ബോംബെയിലും പോലും കിട്ടുന്നില്ല. അപ്പം അത്തരത്തിൽ വലിയ പ്രതീക്ഷകൾ നശിച്ചിട്ടുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷം പേരും എന്ത് വിചാരിക്കുന്നു, ഈ ഇന്ത്യ വിട്ട് എങ്ങനെയെങ്കിലും പുറത്തു പോകണം, എവിടെയെങ്കിലും പോയി സുഖകരമായി ജീവിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത് കൂടാതെ ഇതിൻ്റെ ഒപ്പമാണ് മറ്റേ ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ച്, മറ്റേ അതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് 150 പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. ഇനി ഗൗതം പറഞ്ഞൊരു വാചകം കൂടിയുണ്ട്, ഇവരുടെ ഒന്നും ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ ഗൗതമത്തിന് അറിയേണ്ടത്, ഇറാനില് ഈ ഹിജാബിന്റെ ഒക്കെ വലിയ പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭം നടന്നപ്പോൾ സത്യത്തിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ, അവിടുത്തെ ഇക്കോണമിയാണ്. 29, 35, 40% വരെ അവിടെ തൊഴിലില്ലായ്മയാണ്. അവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് 29% എന്നാണ്, യഥാർത്ഥത്തിൽ അവിടെ 45% വരെ തൊഴിലില്ലായ്മയാണ്. ഈ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം അറിയേണ്ടത് ആളുകളുടെ ഉള്ളിൽ ഒരു ആദ്യം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഗൗതം പഠിച്ചിറങ്ങുന്നു, ജീവിതത്തെക്കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഗവൺമെന്റിലെല്ലാം ടേക്ക് കെയർ ചെയ്തോളും എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പകരം നമുക്ക് എല്ലാവർക്കും ആശങ്ക ഉണ്ടാവില്ല, പഠിച്ചിറങ്ങിയിട്ട് എന്ത് കിട്ടും, ജോലി കിട്ടുമോ, തൊഴിൽ കിട്ടുമോ എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും. ഇനി ഇത് കൂടാതെ യഥാർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെയും ഇന്ത്യയിലേക്കുള്ള കോളേജുകളിൽ പഠിച്ചിട്ട് എന്താണ് അവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്ന വലിയ ചോദ്യമുണ്ട്. സത്യത്തിൽ കേരളം കുറച്ചുകൂടി മെച്ചപ്പെട്ടാണ്, ഇന്ത്യയിലെ കോളേജുകളിൽ പഠിച്ചിട്ട് എന്താണ്, അവിടെ തന്നെയുള്ള ഡിസ്ക്രിമിനേഷൻ, തരംതിരിവ് എന്താണ്, വലിയ തോതിലുള്ള ഈ പ്രശ്നങ്ങൾ, ജാതി മതം ഇതൊന്നും മാത്രം പറഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ നമുക്ക് ഒരുപാട് കാലം കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഹൈപ്പ് ഉണ്ടാവും, ആ ഹൈപ്പിൽ നിങ്ങൾക്ക് ഭരണത്തിലേക്ക് എത്താം. പക്ഷെ ഭരണത്തിലേക്ക് എത്തിയാൽ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ റിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ദുരന്തമായിരിക്കും. സതീശൻ ഇതിനിടയിൽ ഇപ്പം എന്താണ്, അദ്ദേഹം മുഖ്യമന്ത്രിയായി വരുന്നതിന് മുമ്പൊക്കെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമുണ്ട്, എങ്ങനെ നമ്മൾ യുവജനങ്ങൾ പുറത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇവരുടെ ഒരു ടാർഗറ്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 18 തൊട്ടിട്ട് 40 വയസ്സോ അല്ലെങ്കിൽ 35 വയസ്സോ ആണ്. അപ്പം ഇവരെന്താണ് ചിന്തിക്കുന്നത്, ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇവർക്ക് ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കിളവന്മാർ ഭരിക്കുന്ന പല ഈ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും ഇവർക്ക് യാതൊരു തരത്തിലും താല്പര്യമില്ല. അപ്പം ഇവരെ എങ്ങനെ ടാപ്പ് ചെയ്യാം, രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാഗമാക്കാം, ഇതൊരു പ്രധാനപ്പെട്ടുള്ളൊരു വിഷയമാണ്. ഈ രാജ്യത്തിന്റെ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ
അവർക്ക് സ്വന്തം രാജ്യത്തെക്കുറിച്ചൊരു അഭിമാനം തോന്നാൻ വേണ്ടിയിട്ട് രാവിലെ വന്ദേമാതരം പാടിക്കൊന്നോ മറ്റേ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ജനഗണമന കേൾക്കണമെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പകരം എന്താ, നമ്മുടെ രാജ്യത്ത് കുറെ കൂടി സന്തോഷകരമായി സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കണം. അതിന് ഗൗതം അറിയേണ്ടത് നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയ്മെന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഇന്റർനാഷണൽ ഏജൻസികളും പറയുന്നത് അത് 29%. പക്ഷെ ഹരിയാനയിലൊക്കെ അത് 34% പറയപ്പെടുന്ന കണക്കുകളുണ്ട്. ഗ്ലോബലി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഗ്ലോബലി തെറ്റാണത്. ഗ്ലോബലി നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ നേരെ ശ്രീലങ്കയായിട്ടോ ഇറാനായിട്ടോ ബംഗ്ലാദേശായിട്ടോ കമ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. ബംഗ്ലാദേശിൽ പോലും ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ. അത് നിൽക്കട്ടെ, ഞാൻ പറയുന്നത് നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ കമ്പയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ഈ പറയുന്ന പോലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അതൊന്നും നൽകുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു വിഷയമുണ്ട്, അത് മനുഷ്യൻ ഒരിക്കലും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അതെന്താണെന്നറിയോ? ഈ സിസ്റ്റത്തെ എല്ലാം, അതായത് ജുഡീഷ്യറി, ഇലക്ഷൻ കമ്മീഷൻ, മീഡിയ, ഇതിനെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഗൗതം, പിന്നെ നമ്മൾ അവർക്ക് പാലും തേനും ഒഴുക്കിയിട്ട് പോലും ലോകത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയ തിരിച്ചറിവ് എന്ത് ചെയ്യും, ആളുകൾക്ക് ഉണ്ടാവുകയും ആളുകൾ അതിനുവേണ്ടി പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഈ രണ്ട് ഇഷ്യൂസാണ്. ഒന്ന്, നിങ്ങൾ ഇതിനെല്ലാത്തിനെയും അടക്കി, ഇപ്പം ഇവരുടെ മാനിഫെസ്റ്റോ എടുത്ത് നോക്കി, ഇതെല്ലാത്തിനും അടക്കി വെച്ചിരിക്കുന്നതിനുള്ള പ്രതിഷേധമാണ്. അതായത് എന്ത്, സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരടക്കം എന്ത് ചെയ്യുന്നു, രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ആയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളായിട്ടൊരു ഉണ്ടാവുന്നു. പ്രതീക്ഷ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയുന്നത് DY ചന്ദ്രചൂഡൊക്കെ തന്നെ മറ്റേ പ്രധാനമന്ത്രി വന്ന് മറ്റേ പൂജയിൽ പങ്കെടുക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അയോധ്യ ക്ഷേത്രത്തിന്റെ വിധി എഴുതാൻ പോയപ്പോഴത്തേക്കും എനിക്ക് എന്ത് ചെയ്തു, കൈമറച്ചു, പക്ഷെ ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് വിധി തന്നു. ഇതൊക്കെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഗൗതം മനസ്സിലാക്കണം, നമ്മുടെ 15 വയസ്സിനും ഒരു 25-30 വയസ്സിനോടൊക്കെയുള്ള ഒരു ജീവിതകാലത്ത് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ? നമുക്ക് വലിയ ജാതിയോ മതമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ അങ്ങനെയുള്ളൊരു സുഹൃത്ത് വലയങ്ങൾ, സന്തോഷകരമായി പോകുന്ന ഒരു കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഉണ്ടാകുന്നത്. ആ കാര്യത്തിനിടക്കോട്ടാണ് ഈ രണ്ട് പ്രശ്നങ്ങൾ വരുന്നത്. ഒന്ന്, നമുക്കൊരു ഹോപ്പില്ല, പ്രതീക്ഷയില്ല, നമ്മൾ വിദേശത്ത് പോയാലേ രക്ഷപ്പെടും. പിന്നെ VD സതീശൻ പറഞ്ഞ കാര്യം തന്നെ, കേരളത്തിൽ നിന്ന് അങ്ങനെ ഒന്നും എളുപ്പത്തിൽ ഇത് പോകാതിരിക്കില്ല. ഇത് ഗോതം ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു വരുമാനത്തിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ നിങ്ങളൊരു കാര്യം, ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബംഗാളി ചെയ്യുന്ന ജോലി ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ 30,000 രൂപ 35,000 രൂപ കിട്ടും. ശരിയല്ലേ? 45,000 രൂപ കിട്ടാം. എന്താ നമ്മൾ ചെയ്യാത്ത? എന്താ അങ്ങനെ നമ്മൾ ചെന്നിട്ടൊരു പെണ്ണ് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ജോലി എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാനൊരു ഓഫീസ് ജോലി എടുക്കുകയാണ്, അവിടെ 20,000 രൂപ കിട്ടുള്ളത് കുഴപ്പമില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പെയിന്റിങ് പഠിക്കാൻ പോണത്, എനിക്ക് എന്ത് കിട്ടും, ആഴ്ചയിൽ 6 ദിവസവും ജോലി, 25 ദിവസവും ജോലി കിട്ടും, എനിക്ക് 35,000 രൂപ കിട്ടും, 1,500 രൂപ പെർ ഡേ കിട്ടുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താ, അതൊരു ഡിഗ്നിഫൈഡ് അല്ലാത്ത ജോലിയായി കരുതുന്ന മാനസികാവസ്ഥ മുതൽ ഒരുപാട് കാര്യങ്ങൾ മാറിയാലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതേസമയം നിങ്ങൾ കാനഡയിൽ പോയിക്കോ, നിങ്ങൾ അമേരിക്കയിൽ പോയിക്കോ, അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? എന്റെ പൊന്ന് തോന്നുന്നു, ഞാനിപ്പോ തുറന്നു പറഞ്ഞാൽ എനിക്കറിയാം, എന്റെ ഓഫീസിലുള്ള പയ്യൻ ശരിക്കും M.Tech കഴിഞ്ഞാണ്, അവൻ കാനഡയിൽ പോയിട്ട് ഇപ്പൊ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെയർ ഹൗസിൽ ജോലിയാണ്. വേറൊരു പയ്യൻ ശരിക്കും അവിടെ പോയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോട്ടലിലാണ് അവൻ ജോലി ചെയ്യണം. അവൻ ഹോട്ടൽ മാനേജ്മെന്റിന്റെ ബിരുദം കഴിഞ്ഞതാണ്. അവിടെ ഹോട്ടലിൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ ഞെട്ടിപ്പോവും. വേറെ പോലും അല്ല, സത്യം പറഞ്ഞാൽ അവന്റെ ജോലി പോയായിരുന്നു, അതുകൊണ്ട് അവന് വേറെ ജോലി കിട്ടാത്തതുകൊണ്ട് അവൻ പാത്രം കഴുകാണ് അവിടെ. ഈ പാത്രം എന്ന് പറഞ്ഞാൽ ഗൗതം അറിയേണ്ടത്, നമ്മൾ പാത്രം കഴുകാന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പാത്രം കഴുകിയ കുഴപ്പമില്ല. ഇത് പാത്രം എന്നൊക്കെ പറഞ്ഞാൽ പറയണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കവർ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള വലിയ പാത്രങ്ങളാണ്. അത് ഒരു സെക്കൻഡ് പോലും കളയാതെ ചെയ്യണം. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, വലിയ വരുമാനം കിട്ടും. എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു 5,000-10,000 രൂപയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും കിട്ടും. പക്ഷെ 8 മണിക്കൂറൊക്കെ ജോലിയുള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ, ആ 10,000 രൂപയിൽ അവിടെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ലെൻഡർ ആണെന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ ഇത്തരത്തില് പല ആളുകൾ ശരിക്കും ഇപ്പൊ എല്ലാരും കൂടി ചിരിച്ചു. ഈ രാജ്യത്തെ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ ഭയങ്കരമായ രീതിയിൽ വെറുക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഭയങ്കര മോശപ്പെട്ട ഒരു രാജ്യമാണ്. ഇനി വേറൊരു കാര്യം ഗൗതത്തോട് പറയാം, പുറത്തു പോയാലും ഇത് കൂടും. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ ഗൗതത്തോട്, വാഴ 2 കണ്ട കണ്ടു. എന്താണ് അവൻ അവിടെ പോയിട്ട് ചെയ്യണത് കണ്ട? സത്യമാണത്. ഇത് ജനത്തിനും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇവിടുന്ന് ലണ്ടനിൽ പോയാൽ എല്ലാവരും ആഹാ സൂഹിക്കുകയാണ്, കാനഡയിൽ പോയ സൂഹിക്കുകയാണ്, ഓസ്ട്രേലിയയിൽ പോയ സൂഹിക്കുകയാണെന്നാണ്. അല്ല,
എനിക്ക് സത്യം പറഞ്ഞാൽ വാഴ 2 കണ്ടിട്ട് എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി നടന്നു വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് 5-ന്റെ പൈസ കയ്യില്ലാത്തതുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്നു വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു സൈഡിലിരുന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്നവൻ എന്താ വിചാരിക്കുന്നത്, അവിടെ അവൻ സുഖിക്കുകയാണെന്നാണ്. സാറേ ഈ നാട്ടിൽ ചില എന്താണ് രാജ്യസ്നേഹികളുണ്ട്. രാജ്യത്തിന്റെ എന്ത് വൃത്തികേടുകളും അംഗീകരിക്കുക എന്നതാണ് രാജ്യസ്നേഹികൾ. നമ്മളെപ്പോലും ഇപ്പം കമന്റിൽ വന്നിട്ട് രാജ്യവിരുദ്ധരുടെ ചർച്ച എന്നൊക്കെ വേണമെങ്കിൽ വിലയിരുത്താം. ഇങ്ങനെയുള്ള കുറേ അധികം വിഡ്ഢികളുണ്ട്. ഇവർക്ക് ഇവരുടെ ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ലവ് ജിഹാദിനെ പറ്റിയിട്ട്, തുപ്പൽ ബിരിയാണിയെ പറ്റിയിട്ട്, പിന്നെ അതുപോലെ തീവ്രവാദത്തെ പറ്റിയിട്ട് 24 മണിക്കൂറും ഇത് കേട്ട് കഴിഞ്ഞാൽ സംതൃപ്തി അടയുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ രാജ്യ വിരുദ്ധ ശക്തികൾ എന്ന് പറയും. മാനസിക വിഭ്രാന്തി ബാധിച്ചിട്ടുള്ള ഇതുപോലെയുള്ള കുറെ ആളുകളുണ്ട്. അവർ വിചാരിക്കുന്ന ഒരു രാജ്യം നന്നാവണമെന്ന് പറഞ്ഞിട്ട് രാജ്യവിരുദ്ധരാണ്. നമ്മൾ എന്തിനാണ് ഇത് പറയണത്? ഈ രാജ്യം നന്നാവണമെന്ന് വിചാരിച്ചാൽ പറയണം. ഈ പ്രശ്നങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയണം. ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നവൻ എങ്ങനെ രാജ്യവിരുദ്ധനാണ്? ഈ രാജ്യത്തെ സ്നേഹിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയും അതുപോലെ നെഹ്റുവും അതുപോലെയുള്ള നിരവധി ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രാജ്യം നന്നാവണമെന്ന് പറഞ്ഞവരാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ വന്നപ്പോൾ രാജ്യം നന്നാവണമെന്ന് പറഞ്ഞാണ്. കാരണം അടിയന്തരാവസ്ഥ പറ്റില്ല എന്ന് പറഞ്ഞാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള നിരവധി ആളുകളുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ ഇവിടെ ഉള്ളത്. ഈ അന്ധമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ നടന്ന് അവർ പറയുന്നത് മാത്രമാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. എങ്ങനെ? പിന്നെ രാജ്യസ്നേഹത്തെക്കാൾ ഉപരി വേണ്ടത് മനുഷ്യസ്നേഹമാണ്. രാജ്യസ്നേഹം ഈ ബോർഡറൊക്കെ നമ്മൾ പിന്നീട് വരച്ചതാണ്. മനുഷ്യസ്നേഹം വേണം. ഈ മനുഷ്യസ്നേഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കൗത്തോട് പറയാം. രാജ്ഭവൻ ഉണ്ണിത്താൻ ഒരു തവണ MP ആണല്ലോ കാസർഗോഡല്ല, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ആളുകളൊക്കെ ചിരിച്ചായിരുന്നു. ആളുകൾക്ക് മനസ്സിലായില്ല കാര്യം എന്താണെന്ന്. എന്താണെന്നറിയോ? എൻ്റെ 2 മക്കളും ലണ്ടനിൽ പോയി കൂലിപ്പണിയാണെന്ന് പറഞ്ഞു. ജനത്തിന് മനസ്സിലായില്ല. സത്യമാണ്. ഈ കൂലിപ്പണി ചെയ്യുന്നവരുടെ ഒക്കെ സത്യത്തിൽ ഗൗതം ഒരു കാര്യം കൂടി മനസ്സിലാക്കി. ഗൗതമോ Xോ Yയോ ആയിക്കോട്ടെ, സത്യത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം ചെന്ന് സ്വന്തം അമ്മയോടൊപ്പം സമയം ചെലവഴിക്കാൻ, സ്വന്തം അനിയത്തിയോടും ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാൻ, മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? ആരെങ്കിലും ഉണ്ടാവും? സ്വന്തം കൂട്ടുകാരോടൊപ്പം ഇവിടെ തന്നെ നിൽക്കാൻ പറ്റാത്ത ലെവലിൽ ഉണ്ടാവും. പക്ഷെ ഇവിടെ നിന്നാൽ ഒരു കാലത്തും നമുക്കൊരു മേൽഗതി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെയുള്ള അമ്മമാരൊക്കെ തന്നെ സ്വന്തം മക്കളെ കാണാൻ ആഗ്രഹമില്ലാണ്ടല്ല ഗൾഫിലേക്ക് എന്ത് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഗോത്രനാണ് 30 കൊല്ലം 35 കൊല്ലം ഗൾഫിൽ നിന്നിട്ടുള്ള ഒരാൾ. അയാൾ പുള്ളി എന്നോട് പറയുന്ന കരഞ്ഞുകൊണ്ട് പറയണ 35 മാസം മാത്രമേ ഞാൻ എൻ്റെ കുടുംബമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. 35 മാസം അയാളുടെ ലൈഫ് സ്പാനിൽ ഗൗതം ആലോചിച്ചത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള 26ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 61 വയസ്സാകുന്ന ഒരാൾ, അയാളുടെ ശരിക്കും പറഞ്ഞാൽ 35 കൊല്ലങ്ങളിൽ 35 മാസമേ അയാൾ എന്ത് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ കാലവും അയാൾ എന്ത് ചെയ്യാണ് ഗൗതം? എത്രയോ വർഷങ്ങൾ അയാൾ എന്ത് ചെയ്യാണ്? ഒരു ടെന്റ് അടിച്ച് എല്ലാവരും കൂടി താമസിക്കുന്നിടത്ത് താമസിക്കുകയാണ്. അയാൾക്ക് വേണമെങ്കിൽ വീടെടുത്തൊക്കെ താമസിക്കാം. പക്ഷെ താമസിച്ച അത്രയും കൂടി പണം ഇങ്ങോട്ട് അയക്കുന്നത് കുറയും. ആദ്യം ഇവിടെ വലിയ വീട് വെച്ചു, പിന്നെ രണ്ടാമത് പുള്ളി പറഞ്ഞ മകളുടെ കല്യാണമായി. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി വലിയ ബന്ധങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് കുറെ കൂടി സമ്പാദിക്കേണ്ടി വന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മക്കളുടെ കൊച്ചുമക്കളുടെ കാര്യങ്ങളായി. അപ്പൊ പോരാൻ പറ്റിയില്ല. ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോഴെങ്കിലും പോകണമെന്ന് പോരണം, എന്നിട്ട് വേണം. പുള്ളി എൻ്റെ അടുത്ത് പറയുന്ന വാചകം കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പൊ പോലും എൻ്റെ മനസ്സിലൊരു നോവാണ്. പുള്ളി എന്നോട് പറയുന്നത് വലിയ സമ്പന്നനാണെന്ന് ആളുകൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ എന്നോട് പറയുന്നത്. എന്നിട്ട് വേണം സാറേ നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ എത്രയോ ഇരട്ടി ദുഃഖം ഇവരുടെ വീട്ടുകാർ അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എന്നും അവിടെ ഭയങ്കര സുഖമായിരിക്കും, ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പിള്ളേരെ അയക്കരുത്. പിന്നെ ഈ പഠിക്കാൻ വേണ്ടി പോകുന്ന പിള്ളേരുടെ ഗതികേടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം ചിന്തിക്കുന്നതിനപ്പുറത്താണ് വിദേശ രാജ്യങ്ങളിൽ. കാരണം അവിടെ അവർക്ക് പലപ്പോഴും ഇപ്പോൾ പാർട്ട് ടൈം ജോലികൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ഇതിൻ്റെ അടുത്തൊരു പ്രശ്നം കൂടിയുണ്ട്, അതും കൂടി പറയാം. ഇവിടെ എത്രത്തോളം ഈ പറയുന്ന നമ്മൾ ഈ വിദ്വേഷം മറ്റേ തുപ്പൽ ജിഹാദും ഒക്കെ പറയുന്നു, അത്രത്തോളം അവിടെ എന്ത് ചെയ്യും? ഇവരുടെ ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ട്രംപ് അടക്കമുള്ള ആളുകൾ ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. H1B1 വിസക്ക് ഇപ്പോൾ 1 ലക്ഷം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള 55 ലക്ഷം പേരുണ്ടെന്ന് ആലോചിക്കണം അമേരിക്കയിൽ. തിരിച്ചു വന്ന് എന്ത് ചെയ്യാനാണ്? അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ രാവിലെ എഴുന്നേറ്റ് 4 നേരം ഫുഡ് കഴിക്കണോണ്ട് എല്ലിനിടെ കുത്തിയിട്ട് മറ്റേ അവൻ ജിഹാദി, ഇവൻ ആന്റി നാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതും 1-2 മണിക്ക് 24 മണിക്കൂറിന്റെ ഇത് മാത്രം കേട്ടാൽ മാത്രമേ. അത് മറ്റേ വേറൊരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ, മറ്റേ നമ്മുടെ ഇവന്റെ എനിക്ക് തോന്നുന്ന നിവിൻ പോളിയും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനുമായിട്ടൊരു സിനിമ ഇറങ്ങി. അതായത് പാകിസ്ഥാൻകാരനെ വെറുപ്പായിട്ടുള്ള ഒരുത്തൻ ലാസ്റ്റ് പാകിസ്ഥാൻകാരായിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴത്തേക്കും എല്ലാ രാജ്യങ്ങളിലുള്ളത് പാവം പിടിച്ച സാധാരണക്കാരായ ആളുകളാണ് ഗൗതം. ഏതെങ്കിലും 1, 2, 10 കൂടി 5, 10% പേരായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്.
വെറുപ്പൊക്കെ ഉള്ളത്. അല്ലാത്ത എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഒരു 70 വയസ്സിനകം മരിച്ചു പോകും. ആ സ്നേഹത്തോടെ മരിച്ചുകൊണ്ട് ആവശ്യമുള്ളൂ. ഇതൊക്കെ സത്യത്തിൽ രാഷ്ട്രീയമായി ആളുകളെ ചേരിതിരിപ്പിച്ച് അവർക്ക് വോട്ട് മേടിക്കാനുള്ള തന്ത്രമാണ് എന്നുള്ളത് നമ്മുടെ ജനം എന്ന് തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല. ഇനി ഇപ്പം തന്നെ ഈ പറഞ്ഞ ഈ ജഗദീഷ് ദീപ് കെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ വലിയ പ്രശ്നമായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഞാൻ പറയുന്നത്, ഞാൻ അവസാനം നിർത്തുമ്പോൾ ചുരുങ്ങിയ വാക്കുകളെന്ന് പറയണം. 2029 എന്ത് സംഭവിക്കും? ഈ ഒരു മൂവ്മെന്റിന് BJPയെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ താഴത്തിറക്കാൻ വേണ്ടി പറ്റുമോ? ഇത്രയും ചെറിയ ഒരു ദിവസത്തിനുള്ളിൽ ഒരു വലിയൊരു സംഘടനാ ശക്തിയുടെ ഭാഗമായിട്ട് ഇത്രയും ആളുകളെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആരെയോ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇതാരാണ്? ഇവരെ ബാക്ക് ചെയ്യുന്നത് ആരാന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ബാക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ആദ്യത്തെ ഹൈപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർ നിരവധി പേർ സഹായിച്ചിട്ടുണ്ടാവും. ആ കാര്യത്തിലൊന്നും നമുക്കിപ്പോൾ ഇല്ല എന്നൊറ്റടിക്ക് 100% ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് അതൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം. ഈ ബാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2,50,00,000 പേരെയും അവർ ബാക്ക് ചെയ്ത് ഉന്തിത്തള്ളി ധരിപ്പിച്ചല്ലോ. അപ്പം ആ 2,50,00,000 പേര് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അസംതൃപ്തരാണ് എന്ന് പറഞ്ഞാൽ, ഗൗതം ഇപ്പം എഴുതി വെച്ചോ, ഒരു രാജ്യത്തെ 10% പേര് മതി ഒരു കലാപം ഉണ്ടാക്കാനും ഒരു ഭരണകൂടത്തെ മറിച്ചിടാനും. അവർ അസംതൃപ്തരാണ് എന്ന് പറയുന്നത് 2014 BJPയെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് തന്ത്രം മെനഞ്ഞ പ്രശാന്ത് കിഷോർ പോലും പറയുന്നു. പ്രശാന്ത് കിഷോറിന് ഇത് കൃത്യമായിട്ട് അറിയാവുന്നത്, ഈ സ്റ്റേറ്റുകൾ മൊത്തം, ഞാനിപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന പോലെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ മൊത്തം എടുത്തു നോക്കിയാൽ, ഗൗതം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കാണാം. വിജയുടെ പാർട്ടി, 2020യുടെ പാർട്ടി, ഇതേപോലെ ഞാൻ പേരുകൾ പറയുന്നില്ല, എല്ലായിടത്തും പാർട്ടി. ഇനി ഏറ്റവും ഒടുവിലെന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി. ഈ പാർട്ടിക്കെല്ലാം തന്നെ ഒറ്റടിക്ക് 11, 12, 15% പിന്തുണ കിട്ടുന്നുണ്ട്. ഗൗതം മനസ്സിലായേ? 35% വരെ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബേസാണുള്ളത്. അതെന്താണെന്നറിയോ? ഞാൻ പണ്ട് TMCയുടെ ഐപാക്കിൻ്റെ ഒരു ഏജൻസിക്കാരുടെ ഹെഡ് ഞാൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ്, ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ ഒറ്റക്കൊരു പാർട്ടിക്ക് നിലനിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാവും. കാരണം 2020 എന്ന് പറഞ്ഞ പാർട്ടി 13.4% വോട്ടും, തൊട്ടപ്പുറത്തുള്ള വിജയുടെ പാർട്ടി 35% വോട്ടും, തൊട്ടപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ പ്രശാന്ത് കിഷോർ ബീഹാറിൽ നിന്ന് 11%, 13% വോട്ടും പിടിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? നിലവിലുള്ള സിസ്റ്റങ്ങളെല്ലാം ഭേദിച്ച് കളയുന്നത്. അവിടെയും ഈ പ്രശ്നമുണ്ട്. പ്രശാന്ത് കിഷോറിൻ്റെ കൂടെ കൂടിയിരിക്കുന്നവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്താണ് കൂടെ കൂടിയിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള യൂത്ത് പുതിയ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതിനെ പ്രതീക്ഷയോട് കാണാൻ. അട്ടിമറിക്കുമോ? 2029 അട്ടിമറിക്കാൻ ഇതിനൊരു സ്ട്രക്ചർ വേണം. ഇവരെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ കാണണം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു പോകരുത്, എളുപ്പമായിരിക്കില്ല 2029 ഉറപ്പായിട്ടും. അത് എളുപ്പമായിരിക്കില്ലെന്ന് BJPക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് BJP 850 സീറ്റുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയും ഇതിനകത്തൊരു കാര്യമുണ്ട്. ഒരു സീറ്റ് പോലും കൂട്ടാതെ വനിതകൾക്ക് ഞങ്ങൾ 50%. തീർച്ചയായിട്ടും. എന്തായാലും ഇവരെയൊക്കെ രാജ്യവിരുദ്ധരാണെന്ന് പറഞ്ഞിട്ട് തള്ളുന്നവർ അറ്റ്ലീസ്റ്റ് ആ മാനിഫെസ്റ്റോ എങ്കിലും എടുത്ത് വായിക്കുക. അത് ഈ രാജ്യത്തിന് വലിയ രീതിയിൽ ഗുണപ്രദമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ പറയുന്നത്.